ഹിസ്റ്ററി ഈസ് റിപ്പീറ്റ് ഓഫ് സയൻസ് എന്നാണ്. എന്റെ പുറകിൽ കാണുന്ന നോളജ് സിറ്റിയെ കുറിച്ച് അനേകായിരം വീഡിയോകൾ നിങ്ങൾ ആധികാരികമായ വിവരണങ്ങൾ. അതിന്റെ കൂടെ തന്നെ ഇത് ഒരു രാജ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒരു സംഭവമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു രാജാവ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണെങ്കിൽ, ഇതൊരു വ്യക്തി ഉണ്ടാക്കിയ സമയത്താണ് ഇത്രയും ആളുകളുടെ എതിർപ്പുകൾ ഉണ്ടായത്. പക്ഷെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. കേരളത്തിന്റെ ഭൂപടത്തിൽ ചരിത്ര താളുകളിൽ രേഖപ്പെട്ട നോളജ് സിറ്റിയിലാണ് ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞ നമ്മളെ AP ഉസ്താദ് ശരിക്കും മനസ്സിൽ കണ്ടത് ഇപ്പൊ ഭൂമിയിലേക്ക് കറക്റ്റ് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു തന്ന നമ്മളെ 3 യുവാക്കളെ കൂടെയാണ് നമ്മളുള്ളത്. അത് മാത്രമല്ല, ഇവര് ഒരു ബിൽഡേഴ്സ് എന്നതിലപ്പുറത്തേക്ക് ഇവരുടെ ചെറുപ്പകാലത്ത് 23, 25 വയസ്സുള്ള സമയത്താണ് ഇത്രയും വലിയൊരു പ്രൊജക്ട് ഇവരെ AP ഉസ്താദിന് അറിയായിരുന്നു ഈ 3 മക്കളെ ഏൽപ്പിക്കണമെന്നൊക്കെയാണ്. എന്തൊക്കെ ടാലന്റ് മാർക്ക് ഡെവലപ്പേഴ്സ് MD മിസ്റ്റർ ഹബീബ് റഹ്മാനെ കൂടെ ഉള്ളത്. പുള്ളിനോട് ചോദിച്ചോക്കാം നമുക്ക് ഇതിനെ കുറിച്ചിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കൾച്ചർ സെന്റർ ആണ്. ഈ കൾച്ചർ സെന്റർ എന്ന് പറയുന്ന സമയത്ത് ഇതില് ജാമിഅൽ ഫത്വ എന്ന ദ ഗ്രാൻഡ് മസ്ജിദ് ഇന്ത്യ ഇതിലുണ്ട്. അതിന് പുറമെ നമുക്ക് സൂക്കുകളുണ്ട്, ലൈബ്രറി ഉണ്ട്, മ്യൂസിയം. ഈ പ്രൊജക്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ആളിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഇത് ഏറ്റെടുക്കാൻ. ചോദിച്ചാൽ AP ഉസ്താദ് എന്നൊരു ലീഡർ, ഇന്നത്തെ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, ആ ഒരു ലീഡർ ഞങ്ങൾക്ക് ഈ പ്രൊജക്ട് ഏൽപ്പിച്ചാൽ അദ്ദേഹം ഞങ്ങളിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഇവരിത് ചെയ്യുന്നതോട് അസോസിയേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ, നമ്മൾ ആർക്കിടെക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും ഒരുമിച്ച് കൂടുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ ഈ പ്രൊജക്ടിനെ മുകളിലോട്ട് എത്തിച്ചത്. പ്രത്യേകിച്ചും ഹക്കീം ഉസ്താദ്, CEO ഡോക്ടർ അബ്ദുസലാം സാർ, ഈ അടങ്ങുന്ന ഒരു ടീം, ഇവരൊക്കെ നമ്മളെ ഓരോ മൊമെന്റിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്ടിലേക്ക് ഇന്ന് കാണുന്ന നിലയിലേക്ക്. നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലല്ല. നിങ്ങൾ കണ്ടാൽ ഗാർഡൻ കാര്യങ്ങൾ കണ്ട ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നതായിട്ടും ഇതിന്റെ അടിയിൽ നമുക്ക് വലിയൊരു ലോകമുണ്ട്, ഒരു സൂക്ക് കോൺസെപ്റ്റ്. ആ സൂക്കിനെ കുറിച്ച് നിർമ്മാണം, അതായത് 185 ഷോപ്പിന്റെ നിർമ്മാണം കംപ്ലീറ്റ്ലി ഇവിടെ കഴിഞ്ഞു. അതിന്റെ ഓപ്പറേഷണലൈസേഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ 185 ഷോപ്പുകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കൊമേഴ്ഷ്യൽ സൂക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ അതിന്റെ ഓപ്പറേഷണൽ കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. അതേപോലെ തന്നെ ഇതൊരു വലിയൊരു ഇക്കോസിസ്റ്റം ആണ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോ കോളേജ് ഉണ്ട്, നിയമപരമായിട്ട് എന്ത് സഹായം വേണമെങ്കിൽ അവർ നമുക്ക് എടുക്കാം. ഇവിടെ ബിസിനസ് സ്കൂൾ ഉണ്ട്, അവരിൽ നിന്ന് ബിസിനസ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല. നിങ്ങൾക്ക് ദുബായ് മാളിലും കിട്ടില്ല, ദേരാ സൂക്കിലും കിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി. ഇവിടെ വന്ന ഒരു ടീം വരികയാണെങ്കിൽ താമസിക്കാൻ ഹോട്ടലുണ്ട്, ഒരു ടീമിന് ഇവിടെ ഇവന്റ് നടത്തുന്ന കൺവെൻഷൻ സെന്റർ ഉണ്ട്, അക്കാഡമിക്സ് ആയിട്ട് എല്ലാ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ട്രീറ്റ്മെന്റ് വേണോ ഇവിടെ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്, താമസിക്കണോ റെസിഡൻഷ്യൽ സെന്റേഴ്സ് ഉണ്ട്, എല്ലാ എഡ്യൂക്കേഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടി ഒരു എക്കോസിസ്റ്റം. അതിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം, ഇവിടെ താമസിക്കാം, ജീവിക്കാം, എല്ലാം കുട്ടികളെ വളർത്താം, എല്ലാത്തിനും പറ്റിയ ഏറ്റവും വലിയൊരു എക്കോസിസ്റ്റമാണ് മർക്കസ് നോളജ് സിറ്റി. ആ നോളജ് സിറ്റിയുടെ ഹൃദയമാണ് കൾച്ചർ സെന്റർ. അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞ ഒരു ബിൽഡേഴ്സ് ആണ് AP ഉസ്താദ് എന്ന ആ വലിയ മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ജീവിക്കുന്ന ലെജൻഡ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ട ചിത്രം ഭൂമിയിലേക്ക് ശരിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അദ്ദേഹം കണ്ട 3 ചെറുപ്പക്കാർ, 3 ബിൽഡേഴ്സ്. അപ്പോ പറയാൻ അറിയുന്നതിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുക, ചെയ്യാൻ അറിയുന്നതിനെ കുറിച്ച് അറിയാത്തവരിലേക്ക് കാട്ടുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.